ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയും ഒക്കെ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പോൾ സ്കൂളുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ 5 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് അസാന ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ടിഫിനിൽ ഞാൻ കൊടുത്തുവിടുന്നത് എഗ് സാൻഡ്വിച്ചാണ്. പിന്നെ ഫ്രൂട്ട് ബോക്സിൽ പഴവും ആക്കിയിട്ട് ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വാഷ്റൂമിൽ ഇരുന്നാൽ മാത്രമേ ആൾ എഴുന്നേറ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ ഇരുത്തിയിട്ട് പിന്നെ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പം എഴുന്നേറ്റിട്ട് പിന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യണം. 6:20 ഒക്കെ ആകുമ്പോഴത്തേക്കും ബസ് താഴെ വരും കേട്ടോ. ഇപ്പം 6:20 ഒക്കെ കുറച്ച് കഴിയും. പിന്നെ ഒരു ഇച്ചിരിയൊക്കെ ആൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവറും കൂടിയാട്ടോ. അപ്പം കറക്റ്റ് നമ്മൾ 6:16 6:18 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ താഴേക്ക് പോകും. അപ്പം ചില ദിവസം നല്ല മൂഡിൽ എഴുന്നേറ്റ് വരും, ചില ദിവസം ആകെ എന്താ പറയുക എഴുന്നേക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ പോകാനായിട്ട് വലിയ പ്രശ്നമില്ല, ആ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഴുന്നേറ്റ് എല്ലാം റെഡിയായൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം തലേ ദിവസം രാത്രി മുട്ടായി വാങ്ങിയത് കുറച്ചിങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്ത് രാവിലെ കൊടുത്തതുകൊണ്ട് ആൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇപ്പം നമ്മൾ പോവാണ്. അപ്പം ഐസ നല്ല ഉറക്കമാണ്. അപ്പം ഇക്കയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ലോക്ക് ചെയ്തിട്ട് അവസാനം പെട്ടെന്ന് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുക കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷമാണ് പിന്നെ ഇക്കാക്കുള്ളത് ഫുഡും നമുക്കുള്ള ഫുഡും ഒക്കെ ആക്കുന്നത് അതിന് ശേഷമാണ്. അല്ലാണ്ട് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ പുട്ട്, ഇന്നിപ്പോൾ പുട്ടാണ്, അപ്പോൾ അതൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അസാൻ കഴിക്കില്ല. അപ്പം സാൻഡ്വിച്ച് ആകുമ്പോഴത്തേക്കും പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക നല്ല വെളിച്ചമുണ്ട്. വിൻ്ററൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇരുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിക്കും എന്തിനാ എന്നെ ഇരുട്ടത്ത് സ്കൂളിൽ വിടുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതേ ബസ് എത്തിയിട്ടുണ്ട്. അപ്പം കറക്റ്റ് ടൈമിൽ തന്നെ എത്തും കേട്ടോ. അപ്പം ആൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചെത്തിയിട്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ സാധാരണ രാത്രി കറി വെക്കുമ്പോഴേക്കും രാവിലത്തേക്കും കൂടി അങ്ങനെ ആക്കി വെച്ചിട്ടാട്ടോ കിടക്കുന്നത്. അതാകുമ്പോൾ രാവിലെ എളുപ്പമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 6:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇക്കായും പോകും. അസാന് പിന്നെ താഴെ കൊണ്ടാക്കിയിട്ടൊക്കെ വരുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനായിട്ട് ചിലപ്പം പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഐസ എഴുന്നേൽക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം മിക്കവാറും രാത്രി കറി ഉണ്ടാക്കുമ്പോഴേക്കും രാവിലത്തേക്കും കൂടി ആക്കി വെച്ചിട്ടാട്ടോ കിടക്കുന്നത്. പക്ഷേ തലേ ദിവസം നമ്മളെന്തോ ചിക്കൻ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഞാൻ കടല വേവിച്ചിട്ട് ഹമൂസാക്കാനായിട്ട് കടല വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പുറത്തുനിന്ന് വാങ്ങിയതുകൊണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിറ്റേ ദിവസം പുട്ടായതുകൊണ്ട് കടലക്കറിയും കൂടി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിനാവശ്യമായിട്ട് സവാളയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ സവാളയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കടലക്കറി ആകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് മസാലയും കൂടി ഇട്ട് ഒരു 5-6 വിസിൽ വരുമ്പോഴേക്കും കടലക്കറി റെഡിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ആക്കണം എന്നുണ്ടെങ്കിൽ കടല ആക്കി വെച്ചിരുന്നാൽ മതി. ഞാൻ കടല കുറച്ച് കൂടുതൽ കുതിർത്തിട്ട് ഇങ്ങനെ ഫ്രീസറിലേക്ക് വെച്ചിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്താ മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ചിക്കൻ മേടിക്കുകയാണെങ്കിൽ ഹമൂസ് ആക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുതിർക്കുമ്പോൾ കുറച്ച് കൂടുതൽ കുതിർത്തിട്ട് ഞാൻ ഇങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പുട്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക പോകാനൊക്കെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പുട്ടും ആക്കിയിട്ട് കടലക്കറിയും കൂടെ കൊടുത്തു വിടുക കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ കടല ജസ്റ്റ് ഒന്നിങ്ങനെ ഞാനൊന്ന് വഴറ്റി കൊടുക്കും. സവാളയും വെളുത്തുള്ളിയും ഒക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഓയിലിലേക്ക് ഒന്ന് വഴറ്റി കൊടുക്കും. അതിനുശേഷം നമ്മുടെ കുതിർത്തി വെച്ചിരിക്കുന്ന കടല നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് എടുക്കുമ്പോഴേക്കും ഞാൻ കടലക്കറീൻ്റെ റെസിപ്പി നേരത്തെ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം വെള്ളമാണോ വേണ്ടത് ആ ഒരു വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പും ഇട്ട് ആക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ കടലക്കറി റെഡിയാവും. അപ്പം ആ ഒരു സമയത്ത് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചൂടുവെള്ളം കുടിക്കാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ വെള്ളം ഒക്കെ കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഒരു സംഭവം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിലോളം കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കി കടല കുതിർത്തത് ഞാനിങ്ങനെ ബാക്കി ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് മറന്നു പോകുമ്പോഴത്തേക്ക് എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പുട്ടും കടലയും ഒക്കെ റെഡിയാകുന്ന ടൈമിൽ അവിടെ ബാക്കിയുള്ള പാത്രങ്ങൾ ഇങ്ങനെ വാഷ് ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴും വാഷ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി എളുപ്പമായിരിക്കും, എല്ലാം ക്ലീൻ ആയിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പം കടല വിസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് ഞാൻ അതൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കൊഞ്ച് വാങ്ങിയത് തലേദിവസം കൊഞ്ച് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനായിട്ട് അപ്പോൾ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായ ഇട്ട് പുട്ടും കടലക്കറിയും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കഴിക്കുകയാണ്. ഇപ്പോൾ ഐസ ഉറക്കമാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പിന്നെ കൊഞ്ച് ഞാൻ തലേദിവസം വാങ്ങിയപ്പോഴത്തേക്കും ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ വാങ്ങിയത്. അപ്പം എനിക്ക് ഈ കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കണ്ടപ്പോഴേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് കൊഞ്ചുമായിരുന്നു. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരില്ല. അപ്പം പിന്നെ എന്തായാലും മെനക്കിടാം എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഫിഷ് വാങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ചോറുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം ചൂടാക്കി തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് അത് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതേ ഒരു സമയത്ത് ഐസ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് തന്നെ അസാനെ ചോദിക്കുകയാണ്, അസാൻ എവിടെ എന്നുള്ളത്. കാരണം അവനുണ്ടെങ്കിൽ മാത്രമേ കളിക്കാനും അടി കൂടാനും ഒക്കെ ആളുണ്ടാവത്തുള്ളൂ. അപ്പം പിന്നെ ഇനിയിപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടും കടലക്കറിയും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് ഇങ്ങനെ വാരി കൊടുത്താലേ പറ്റത്തുള്ളൂ. ദോശയൊക്കെ ആണെങ്കിൽ ആൾ കഴിച്ചോളൂ. അങ്ങനെ കുറേ ടൈം എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇനിയിപ്പോൾ കൊഞ്ച് ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഐസ അവിടെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും. അസാനില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ടെൻഷൻ അടിക്കണ്ട. മറ്റത് രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് അടിയാകും. അപ്പോൾ പിന്നെ ടെൻഷനാണ്. ഇതിപ്പം കുഴപ്പമില്ല, അവിടെ ഇരുന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ അങ്ങനെ ഇരിക്കില്ല, കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരും. കിച്ചണിലേക്ക് വന്ന് ഇവിടെ വന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമോ അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് നിൽക്കുമോ ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ കൊഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് തരുവാണെങ്കിലും നമുക്ക് ആ നടുകിലുള്ള ആ ഒരു ബ്ലാക്ക് സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലീൻ ചെയ്താലേ പറ്റത്തുള്ളൂ. കടയിൽ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് തന്നാലും അത് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ ഫുള്ള് ഒന്നും ക്ലീൻ ആക്കാണ്ട് ഒക്കെ ആയിട്ടോ തന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് ക്ലീൻ ആക്കാൻ എനിക്ക് വലിയ അങ്ങോട്ട് ഒരു പിടുത്തമില്ല. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് നാട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ മമ്മി ക്ലീൻ ആക്കും, ഇക്കാടെ എവിടെ ആണെങ്കിൽ ഇക്കാടെ ഉമ്മ ക്ലീൻ ആക്കും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഫിഷ് ക്ലീൻ ചെയ്യുന്നത് വലിയൊരിതില്ല, പിന്നെ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഇത് പ്രോൺസ് ഞാൻ ക്ലീൻ ആക്കും, കാരണം ഇത് ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ വാങ്ങും. അപ്പം ഇവിടെ തേഴ്സ്ഡേയും ഫ്രൈഡേയും ഒന്നും അവർ ക്ലീൻ ആക്കിയിട്ട് തരില്ല. അപ്പം നമ്മൾ മിക്കവാറും ഫിഷൊക്കെ വാങ്ങാൻ പോകുന്നത് തേഴ്സ്ഡേ ഒക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്താലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോൺസും പിന്നെ മറ്റേ ചെറിയ നെത്തോലിയൊക്കെ ഉണ്ടല്ലോ, അത് ഒക്കെ ഞാൻ തന്നെ ക്ലീൻ ആക്കും. അതും എനിക്ക് ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അതും വാങ്ങുമ്പോഴത്തേക്കും ഞാൻ ക്ലീൻ ആക്കും. അല്ലാണ്ട് വലിയ ഫിഷൊന്നും അങ്ങനെ ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല. അതുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടേ ഞാൻ വാങ്ങത്തുള്ളൂ.
അപ്പോൾ എന്തായാലും എല്ലാമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രോൺസ് റോസ്റ്റ് ആക്കിയിട്ട് കൊഞ്ച് റോസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ ആക്കിയിട്ട് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും ഈ കറി വെക്കുന്നതിനെക്കാട്ടിലും റോസ്റ്റ് ഫ്രൈ അതൊക്കെ ചെയ്യുന്നതാണ് കൊഞ്ചിഷ്ടം. അപ്പം കൊഞ്ചൊക്കെ കഴുകി ആ ഒരു ഇത് നന്നായിട്ട് സോപ്പിട്ട് ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് കഴുകി ഇതാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫുള്ളൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സവാള, ചെറിയ സവാളയായിരുന്നു കേട്ടോ. അപ്പോൾ അത് 3 സവാളയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 7 ടല്ലി ഇഞ്ചിയും 7 ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഫിഷിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ കൊണ്ട് കളയാനായിട്ട് പോവാണ്. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ പാറ്റയും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ അതെടുത്ത് അങ്ങ് കളഞ്ഞു കൊടുക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നന്നിട്ട് മറന്നു പോകും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പം തിരിച്ച് വന്നപ്പം ഐസ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി എന്തോ പൈസ കൊടുത്താലേ കയറ്റി വിടുള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഇനിയിപ്പം കൊഞ്ച് റോസ്റ്റിൻ്റെ പരിപാടി തുടങ്ങുവാണേ. അപ്പോൾ അതിനായിട്ടൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, 3 സവാള, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ അതൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. അത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ വഴണ്ട് വരുന്നവരെ നല്ലപോലെ അടച്ച് വെച്ച് കുക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും ഇട്ട് നല്ലപോലെ അത് അടച്ചു വെച്ച് കുക്കാക്കി എടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ പച്ചമണക്ക മാറുന്നത് വരെ അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ കൊഞ്ചിലേക്ക് പിടിക്കുന്നത് വരെ നല്ലതുപോലെ അതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കൊഞ്ചിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഒക്കെ ഇറങ്ങും. പിന്നെ ഞാനൊരു 1/2 കപ്പോളം വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ആ ഒരു സവാളയും തക്കാളിയും ഒക്കെ വഴണ്ട് ഈ ഒരു കൊഞ്ചിലിങ്ങനെ കോട്ടായി ഇരിക്കുന്ന ആ ഒരു പരുവം വരെ നല്ലതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഈ ഒരു സമയത്ത് നോക്കിയപ്പോൾ കറിവേപ്പില തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇവിടെ കൊഞ്ച് റോസ്റ്റ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം വെണ്ടയ്ക്ക് തലേ ദിവസം മെഴുക്ക് പുരട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ചോറും കൊഞ്ച് റോസ്റ്റും പിന്നെ ഇതുപോലെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഇന്നിപ്പം ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ട് ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം താഴെ പോയി അസാനയും വിളിച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.